ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയ അടി തമിഴ്നാട് ഗവർണർക്കുള്ളതാണെങ്കിലും അത് കിട്ടിയത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ തോന്നിയ പോലെ തോന്നിയ കാലം വരെ പിടിച്ചു വെച്ച ആരിഫ് മുഹമ്മദ് ഖാനും കൂടിയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ തമിഴ്നാട് ഗവർണർക്ക് തിരിച്ചടി എന്നാണ് വാർത്ത കൊടുക്കുന്നത്. അതിന് കാരണവുമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന് കുടപിടിച്ച് നടന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ. നിയമസഭ ഒരു ബില്ല് പാസാക്കി ഗവർണർക്ക് മുന്നിലേക്ക് അയച്ചാൽ ഗവർണർക്ക് മുന്നിൽ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 1 ഒപ്പിടാം, 2 ഒപ്പ് വിത്ത്ഹോൾഡ് ചെയ്യാം, 3 രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം. എത്ര കാലം വേണം വിത്ത്ഹോൾഡ് ചെയ്യാമെന്നതാണ് ഇവിടെ ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ ചേർന്ന് പാസാക്കിയ ബില്ലുകൾ എവിടെ നിന്നോ വന്നിരിക്കുന്ന നോമിനേറ്റഡ് പദവിക്കാരൻ തടഞ്ഞു വയ്ക്കുന്നു. അയാൾക്ക് തോന്നിയ കാലത്തോളം. പഞ്ചാബ് കേസ് വിധി വന്നതോടുകൂടി ഈ നില അവസാനിച്ചു. ഒപ്പ് വിത്ത്ഹോൾഡ് ചെയ്താൽ പിന്നെ ഉള്ള വഴി 1-ാം റിവൈസ് പ്രകാരം എത്രയും വേഗം കാര്യം പറഞ്ഞ് നിയമസഭയ്ക്ക് മടക്കി നൽകുക എന്നതാണ്. നിയമസഭ വീണ്ടും തീരുമാനമെടുത്താൽ ഒപ്പിടുകയല്ലാതെ ഗവർണർക്ക് വേറെ വഴിയില്ല. ആരിഫ് മുഹമ്മദ് ഖാനും രവിയും പഞ്ചാബ് കേസിൽ വിധി വന്നതോടുകൂടി കിടപ്പുമുറിയിൽ കസേരയുടെ കാലിൻ്റെ ഇടയിൽ വെച്ചിരുന്ന ബില്ലുകളെല്ലാം എടുത്ത് പ്രസിഡന്റിന് അയച്ചു. പ്രസിഡന്റിന് അയക്കണമെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്യണമെന്ന് സുപ്രീം കോടതി ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. എല്ലാത്തിനും സമയപരിധിയും നിശ്ചയിച്ചു. ഒപ്പിടാനും നിയമസഭയ്ക്ക് തിരിച്ചയക്കാനുമുള്ള സമയപരിധി 1 മാസമാണ്. പ്രസിഡന്റിന് തിരിച്ചയക്കണമെങ്കിൽ 3 മാസത്തിനകം വേണം. നിയമസഭയ്ക്ക് തിരിച്ചയച്ചവ വീണ്ടും പാസാക്കി ഒപ്പിടാൻ നൽകിയവ അടക്കം തമിഴ്നാട് ഗവർണർ എടുത്ത് പ്രസിഡന്റിന് അയച്ചിരുന്നു. അവയെല്ലാം ഒപ്പിട്ടതായി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. ഗവർണർമാരെ വച്ച് സംസ്ഥാന നിയമസഭകളെ അപ്രസക്തമാക്കാനുള്ള RSSന്റെയും അവർക്ക് ചൂട്ടുപിടിച്ച ഒരു സെറ്റ് മാധ്യമങ്ങളുടെ അജണ്ടയാണ് ഇതോടുകൂടി പൊളിഞ്ഞു പാളീസായി തോട്ടുവരമ്പി കിടക്കുന്നത്. പ്രസിഡന്റിന് ബില്ലുകൾ അയക്കുന്നതിന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ പ്രസിഡന്റിന് സമയപരിധി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിന്റെ മറ്റൊരു ഹർജി താമസിയാതെ പരിഗണനയ്ക്ക് വരും. ഗവർണർമാർ സംസ്ഥാന സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് വീറ്റോ അധികാരമില്ല. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് ഒരു വിവേചനാധികാരവുമില്ല. അതായത് കേരളത്തിലെ മാപ്രകളോട് പറയാനുള്ളത് തിരിച്ചടി തമിഴ്നാട് ഗവർണറിനല്ല RSSനാണ്. RSSന് ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന മാധ്യമങ്ങൾക്കാണ്.